So good morning everybody. Welcome to Kerala Exams with Unacademy. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. എൻ്റെ പേര് അനുജ മേരി തോമസ്. ഞാൻ നിങ്ങളോടൊപ്പം ഡീൽ ചെയ്യുന്ന സബ്ജക്ട് സൈക്കോളജി ആൻഡ് ദെൻ ഹോം സയൻസ് ആൻഡ് ഓൾസോ എ ലിറ്റിൽ ബിറ്റ് ഓഫ് എന്താ പറയുക social work as well. So കേരളത്തിലെ തന്നെ PSC എന്ന് പറയുന്ന ആ ഒരു ഇതിൽ തന്നെ ലാർജസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് അൺഅക്കാഡമി എന്നുള്ള കാര്യം നമുക്ക് സംശയം ഏതുമില്ല. ആൻഡ് ദെൻ ബാച്ച് കോഴ്സ് അലേർട്ടുകളുണ്ട്. ദാറ്റ് ഇസ് ദൗത്യം പ്രോഗ്രാം ഹാസ് ഓൾസോ ഓൾറെഡി സ്റ്റാർട്ടഡ്. 60 ദിവസത്തെ ഒരു പ്രത്യേക കോഴ്സാണ് ഫോർ ദ ഡിഗ്രി ലെവൽ എക്സാംസ്. അതിന് ആരൊക്കെയാണ് നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദീസ് പീപ്പിൾ ആർ വെരി വെൽ നോൺ ഇൻ ദെയർ റെസ്പെക്റ്റീവ് ലാംഗ്വേജസ്. സോ ദാറ്റ് ഇസ് വാട്ട് വി ഹാവ്. 15-ാം തീയതി മാർച്ച് മാസം ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അടുത്ത കോഴ്സ് ബാച്ചിന്റെ അലേർട്ട് ഉടനെ വരുന്നതായിരിക്കും. ദിശ പ്രോഗ്രാം ബാച്ച് 7 ഒരു 25 ഡേ കോഴ്സ് ഫോർ ഓൾ ദ 12th ലെവൽ എക്സാംസിന് വേണ്ടി നടത്തപ്പെടുന്നു. 17-ാം തീയതി മാർച്ച് മാസം ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ്. ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിംഗ്. ആൻഡ് ദെൻ ടെസ്റ്റ് സീരീസ് നടക്കുന്നു. ദാറ്റ് ഇസ് ദിശ പ്രോഗ്രാമിന്റെ ഫ്രീ ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റുകൾ നടക്കുന്നു. ദാറ്റ് ഇസ് 12th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടി. അപ്പോൾ 1 മുതൽ 3 വരെ പ്രൈസ് കിട്ടുന്നവർക്ക് ഫ്രീ 3 month സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ആൻഡ് 4 to 13 ഉള്ളവർക്ക് 3 മാസത്തെ സബ്സ്ക്രിപ്ഷൻ 75% സ്കോളർഷിപ്പ് കിട്ടുന്നു. 14 മുതൽ 20 പ്രൈസ് വരെ കിട്ടുന്നവർക്ക് 50% സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടുന്നു ഫോർ 3 month സബ്സ്ക്രിപ്ഷൻ. സോ ഇത് 14-ാം തീയതിയിലത്തേത് കഴിഞ്ഞു പോയി. സോ 21st and 28th of March നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 2 മണിക്ക്. ഓക്കെ, ദിശ പ്രോഗ്രാം 2 o'clock. ഇനി what we have is ദൗത്യത്തിന്റെ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നു ഫോർ ദ ഡിഗ്രി ലെവൽ പ്രിലിംസ്. 13-ാം തീയതിയും 27-ാം തീയതിയും മാർച്ച് മാസം 2021 6 മണിക്ക് നടക്കുന്നു. റാങ്ക് 1 to 3 കിട്ടുന്നവർക്ക് ഫ്രീ 3 month സബ്സ്ക്രിപ്ഷൻ. റാങ്ക് 4 to 13 കിട്ടുന്നവർക്ക് 75% സ്കോളർഷിപ്പ് ഓൺ 3 month സബ്സ്ക്രിപ്ഷൻ. ആൻഡ് റാങ്ക് 14 to 20 കിട്ടുന്നവർക്ക് 50% സ്കോളർഷിപ്പ് ഫോർ 3 month സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നു. ആൻഡ് പ്ലസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? യു ഗെറ്റ് ടു ലേൺ ഫ്രം യുവർ ഫേവറേറ്റ് എഡ്യൂക്കേറ്റേഴ്സ്. യു കൻ കംപ്ലീറ്റ് യുവർ exam preparations, regular doubt clearing sessions നമുക്ക് കിട്ടുന്നു. exhaustive coverage of syllabus, free test series, weekly free mock ടെസ്റ്റുകൾ. ഇതൊക്കെയാണ് അക്കാഡമിയുടെ പ്ലസ് ഫീച്ചർ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. ആൻഡ് ദെൻ ഫ്രീ വേഴ്സസ് പ്ലസിലെ വ്യത്യാസം എന്താ? പ്ലസിലെ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ് ആൻഡ് റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ഇസ് വാട്ട് യു ഗെറ്റ് ഫ്രം പ്ലസ്. ആൻഡ് ദെൻ മറ്റ് ഫീച്ചറുകളാണ്, മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചറുകളാണ്. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമുക്ക് കിട്ടുന്നു. കാരണം ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഓരോരുത്തരുടെയും pace of learning and understanding is completely different. അപ്പോൾ ഓരോ ടോപ്പിക്കിനോടൊപ്പവും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് an added advantage. So we're giving you Unacademy is actually giving you doubt clearing sessions as well. You can enroll right now. നമ്മുടെ ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ with the 10% off is 1,530. And then 3 months is 3,825. 6 months is 6,885. 12 months is 8,450. 24 മാസത്തിന് it is 12,240. And this is your Unacademy. Let's crack it together. And this is the Unacademy app. Unacademy learning app download ചെയ്യുക. അവിടെ ഇതാണ് Unacademy symbol. അവിടെ കേരള PSC സെലക്ട് ചെയ്യുക. ഫ്രീ ലൈവ് ക്ലാസ്സസ് സെലക്ട് ചെയ്യുക. And this is how you unlock the free content. Okay. And then this is the subscription which I have already mentioned. So എന്താ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഈ ഒരു എന്ത് ഓർത്ത് നോക്കണം? കോഡ് ഓർത്ത് നോക്കണം. ഓക്കെ. ആൻഡ് ദെൻ EMI ഓപ്ഷൻസും നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓൾ ദ ക്രെഡിറ്റ് കാർഡ്സ്, ഓൾമോസ്റ്റ് ഓൾ ദ ക്രെഡിറ്റ് കാർഡ്സിൽ നിന്നും നിങ്ങൾക്ക് നോ കോസ്റ്റ് EMI ലഭിക്കുന്നു. ആൻഡ് ദെൻ അതോടൊപ്പം തന്നെ ബജാജ് ഫിൻസർവ് ആയിക്കോട്ടെ, HDFC ഡെബിറ്റ് കാർഡിൽ നിന്നും ആയിക്കോട്ടെ നിങ്ങൾക്ക് EMI ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. സോ വെൽക്കം ടു ദ ടോപ്പിക് ഇൻഫൻസി. ഇൻഫൻസി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരുന്നു? അതായത് നമ്മൾ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിനെ പറ്റി പഠിക്കുക. CDP എക്സാമിന്റെ അകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഫൻസി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, അതിനകത്ത് അതിന്റെ ഫിസിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുകൾ എങ്ങനെ സംഭവിക്കുന്നു, മൈൽ സ്റ്റോൺസ് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോവുക. ഓക്കെ, സോ വെൽക്കം. സോ ഇൻഫൻസി ലാസ്റ്റ് ഫ്രം ബർത്ത് ടു അപ്രോക്സിമേറ്റ്ലി 3 years ഓഫ് ഏജ്. അപ്പൊ ബർത്ത് മുതൽ 0 മുതൽ 3 വയസ്സ് വരെയാണ് നമ്മൾ ഇൻഫൻസി എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നമ്മൾ കരുതുന്നത്. ഓക്കെ, ഈ ഒരു ഇൻഫൻസി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒത്തിരി റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസും ഗ്രോത്തും, അതായത് ഒരു ന്യൂ ബോണിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു 3 year old 4 year old എന്നൊക്കെ പറയുമ്പോൾ ഇൻഫൻസി ഏജിൽ വളരെയധികം റാപ്പിഡ് ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ 3 yearsലാണ് ഫസ്റ്റ് സ്പീച്ച്, ഫസ്റ്റ് വേർഡ്, അല്ലെങ്കിൽ എന്താ പറയുന്ന ക്രോളിംഗ്, നമ്മുടെ ഓരോ എന്താ പറയുന്നത്
ഫിസിക്കൽ ആയിട്ടുള്ള കുറച്ച് സ്കിൽസും ഒക്കെ പഠിക്കുന്നതിന്റെ തുടക്കം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 3 വയസ്സ് വരെയാണ് അല്ലെ. സോ ഇറ്റ് ഇസ് എ പീരിയഡ് ഓഫ് റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഓൾദോ നോട്ട് ആസ് റാപ്പിഡ് ഇൻ പ്രീനേറ്റൽ സ്റ്റേജ്. അപ്പൊ പ്രീനേറ്റൽ സ്റ്റേജിൽ എത്രമാത്രമായിരുന്നോ അത്രമാത്രം റാപ്പിഡ് അല്ല അത്, എന്നാൽ വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെന്റും നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇൻഫൻസി ഏജ്. ഓക്കെ, സോ ഫിസിക്കൽ, കോഗ്നിറ്റീവ് ആൻഡ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് ഇസ് പ്രസന്റ്. അപ്പം ഏതൊക്കെ ആസ്പെക്റ്റിലാണ് ഫിസിക്കൽ ചേഞ്ചസ് വരുന്നുണ്ട്, കോഗ്നിറ്റീവ് ചേഞ്ചസ് വരുന്നുണ്ട്, സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അപ്പം ഓൾ ദീസ് ആർ ആക്ച്വലി പാർട്ട് ഓഫ് ഇൻഫൻസി. ഓക്കെ, എറിക്സന്റെ സ്റ്റേജ് സൈക്കോസെക്ഷൽ സ്റ്റേജ്, ബേസിക് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റിന്റെ സ്റ്റേജ് ആണ് ശരിക്കും പറഞ്ഞാൽ സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ്. ഓക്കെ, എറിക്സന്റെ സ്റ്റേജിൽ ഈ ഇൻഫൻസി എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ബേസിക് ട്രസ്റ്റ് ടു മിസ്ട്രസ്റ്റ്. അപ്പം ലോകത്തെ മനസ്സിലാക്കുക, ലോകത്തെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ബേസിക് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് സ്റ്റേജിൽ എറിക്സൺ പറഞ്ഞു വെക്കുന്നത്. പിയാഷെയുടെ അനുസരിച്ച് സെൻസറി മോട്ടോർ സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. പിയാഷെസ് സെൻസറി മോട്ടോർ സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അപ്പൊ സെൻസറി മോട്ടോർ എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻസസിൽ കൂടെ നമ്മളെല്ലാം അറിയാൻ ശ്രമിക്കുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെയാണ് പിയാഷെയുടെ സെൻസറി സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മറ്റെന്തൊക്കെയാണ് ഇൻഫൻസിയിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി എന്തൊക്കെയാണ് ഇൻഫൻസി സ്റ്റേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് നോക്കാം. 2 മേജർ ആസ്പെക്റ്റുകളാണ് നമ്മൾ ഇൻഫൻസി സ്റ്റേജിൽ പറയുക. ഇറ്റ്സ് വെരി സ്ട്രോങ്ലി സ്ലീപ്പിംഗ്, ഉറക്കവും കരച്ചിലും. 2 മേജർ ആസ്പെക്റ്റുകളാണ് ഉറക്കം ആൻഡ് ഓൾസോ ക്രൈയിങ്. Okay, then sleeping എന്ന് പറയുമ്പോൾ neonates spend about 70% of their time. അതായത് അവരുടെ ജനിച്ചു കഴിഞ്ഞ് ഒരു 70% സമയവും നിയോനേറ്റൽസ് ഉറങ്ങുകയായിരിക്കും. ദാറ്റ് ഇസ് 16 to 18 hours a day they might be sleeping. അതിനിടയ്ക്ക് എണീറ്റ് കരയും, പാല് കുടിക്കും, കിടന്നുറങ്ങും. ഓക്കെ, ഹൈ സുഖജീവിതം. ആൻഡ് sleep cycles are typically brief, lasting from 45 minutes to 2 hours. അപ്പം ഇവര് എങ്ങനെയാണ് ഉറങ്ങുന്നത്? 45 മിനിറ്റ് മുതൽ 2 hours വരെയുള്ള സ്ലീപ്പ് സൈക്കിൾസ് ആയിരിക്കും. അപ്പൊ 2 മണിക്കൂർ ഉറങ്ങുന്നു. 16 മുതൽ 18 മണിക്കൂർ വരെ ഉറങ്ങും എന്ന് പറഞ്ഞാലും എല്ലാ 2 മണിക്കൂറിലും എണീക്കും. സോ സ്ലീപ്പ് സൈക്കിൾസ് ആർ typically brief and lasting from 45 minutes to 2 hours. Okay, ഇനി നെക്സ്റ്റ് വൺ, as infants develop they spend less time sleeping and more time awake, alert and attending to their surroundings. അപ്പൊ ഇൻഫൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഓരോ വീക്കുകൾ, മാസങ്ങൾ കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് അവരുടെ ഉറക്കം കുറഞ്ഞു വരികയും അവർ അവേക്ക് ആയിട്ടിരിക്കുന്ന സമയം, അലേർട്ട് ആയിരിക്കുന്ന സമയം, അവരുടെ സറൗണ്ടിങ്സിനെ അറ്റൻഡ് ചെയ്യുന്ന സമയം കൂടി വരികയുമാണ് ചെയ്യുന്നത്. ബൈ ഏജ് 2 to 6 weeks. അപ്പം 2 ആഴ്ച മുതൽ 6 വീക്സ് വരെ വരുമ്പോൾ ബേബീസ് ഓൺലി സ്ലീപ്പ് അപ് ടു 14 മുതൽ 16. അവിടെ 2 മണിക്കൂർ അപ്പോഴേ തന്നെ കുറഞ്ഞു. ഓക്കെ, only 14 to 16 hours per day. Somewhere between 3 and 7 months of age, many infants begin to sleep through the night and require but 2 or 3 shorter naps during the day. അപ്പം അതായത് 3 മാസം മുതൽ 7 മാസം വരെയൊക്കെ ആകുമ്പോൾ many of the infants begin to sleep through the night. രാത്രി മുഴുവൻ ഉറങ്ങി ചിലപ്പോൾ ഒരു 2 shorter naps during the day, 2 shorter naps ഒക്കെ എടുക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ഒരു എന്താ പറയുക ഇതിലേക്ക് വരുന്നു. ഓക്കെ, സോ ദാറ്റ് ഇസ് എന്താ പറയുക ഇൻഫൻസിയിലെ ചേഞ്ചസ് ആണ്. ഇനി ക്രൈയിങ്ങിനകത്ത് മറ്റു ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് പറഞ്ഞല്ലോ, ക്രൈയിങ് എന്ന് പറഞ്ഞത്. അപ്പൊ അതെന്തൊക്കെയാ? ബേബീസ് ഏർലിയസ്റ്റ് ക്രൈസ് ആർ അൺലേൺഡ് ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ്. അപ്പം ബേബിയുടെ ഏർലിയസ്റ്റ് ക്രൈ എന്ന് പറയുന്നത് പഠിച്ച കാര്യമൊന്നുമല്ല, ദാറ്റ് ഇസ് ഇൻവോളണ്ടറി റെസ്പോൺസ് ആണ്. അപ്പം ഡിസ്ട്രസിനെ സിഗ്നൽ ചെയ്യാനൊക്കെ കുട്ടി പഠിക്കുന്നതും എന്താ പറയുക അൺലേൺഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഡിസ്ട്രസ് സിഗ്നൽസ് ബൈ വിച്ച് ദ ഇൻഫന്റ് മേക്സ് കെയർ ഗിവേഴ്സ് അവെയർ ഓഫ് ഹിസ് നീഡ്. അപ്പൊ ഒരു ഡിസ്ട്രസ് കരച്ചിലൂടെയാണല്ലോ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നില്ലേ. സോ ഡിസ്ട്രസിന്റെ ആ ഒരു സിഗ്നൽ ആണ് കെയർ ഗീവേഴ്സിന് കുട്ടിക്ക് എന്തോ ഒരു ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ കരച്ചിലിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ an infant's cry is a complex vocal signal that may vary from soft whimper to piercing shrieks and wails. അല്ലെ, അപ്പൊ കുട്ടിയുടെ കരച്ചിൽ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കരച്ചിൽ തൊട്ട് പിയേഴ്സിംഗ് ഷ്രീക്ക് ഓഫ് വെയിൽസ്, ഇതിന്റെ എല്ലാം കൂടെ ഒരു വോക്കൽ സിഗ്നൽ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈയിങ് എന്ന് പറയുന്നത്. ഓക്കെ, a newborn spend up to 2 to 3 hours each day crying or the verge of cry. അപ്പൊ ഒരു ന്യൂബോൺ 2 മുതൽ 3 മണിക്കൂർ വരെ കരയാറുണ്ട്, അല്ലെങ്കിൽ ആ വേർഡ് ഓഫ് കരയാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തും. സോ 2 മുതൽ 3 മണിക്കൂർ വരെ. Okay, this can be traumatic for the mother, by the way, but still this is how things are being done. ഇനി നെക്സ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം,
crying കഴിഞ്ഞു. So experience clearly plays a role in helping adults to determine why an infant may be crying. അപ്പം ഒരു എന്താ പറയുക ഫസ്റ്റ് ഒരു മദറിന് ഫസ്റ്റ് ടൈം മദർ ആയ ഒരു വ്യക്തിക്ക് ചിലപ്പം എന്തിനു വേണ്ടിയാ കരയുന്നത് എന്തിനാ കരയുന്നതെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷെ എക്സ്പീരിയൻസ് ക്യാൻ ആക്ച്വലി ഹെൽപ്പ് യു in understanding why the infant is actually crying. Okay, so thus crying represents a newborn's first venture into interpersonal communication. അപ്പോൾ crying എന്ന് പറയുന്നതിന് ഒത്തിരിയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് കുട്ടിയുടെ ഡിസ്ട്രെസ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീഡ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കരച്ചിൽ മാത്രമായതുകൊണ്ട് തന്നെ ഈ ക്രൈങ് എന്ന് പറയുന്നത് വളരെ ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ ലെവലിലേക്കാണ് നമ്മൾ കാണുന്നത്. സോ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു ലെവലിലേക്കാണ് ക്രൈങ്ങിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ. ക്രൈങ് ആർ 3 types, 3 type of crying ഉണ്ട്. ഓക്കെ, സോ scientists and parents can identify 3 distinct type of cries. 3 different types of cries ഉണ്ട്. ഒരു ബേസിക് cry starts softly, soft ആയിട്ട് തുടങ്ങി ഗ്രാജുവലി ഇന്റൻസ് ആയി പോകുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്രൈ ഉണ്ട്. ദാറ്റ് ഇസ് ബേബി ഈസ് ഹംഗ്രി അല്ലെങ്കിൽ ടയേർഡ്, ഉറങ്ങണം എന്നൊക്കെ ഉള്ള പോലെ കരച്ചിലാണ് ബേസിക് ക്രൈ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്രൈ ഇസ് മാഡ് ക്രൈ, ഇസ് മോർ ഇന്റൻസ് വേർഷൻ ഓഫ് ബേസിക് ക്രൈ ടു ഡിസ്പ്ലേ ആംഗർ, ദേഷ്യം, മാഡ്നെസ് ഒക്കെ കാണിക്കുന്നതിന് വേണ്ടി, ദേഷ്യമൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വേർഷൻ ഓഫ് ബേസിക് ക്രൈ ആണ് മാഡ് ക്രൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് ടൈപ്പ് ആണ് പെയിൻ ക്രൈ, ബിഗിൻസ് വിത്ത് എ സഡൻ ലോങ് ബർസ്റ്റ് ഓഫ് crying followed by a long pause and gasping. അപ്പൊ പെയിൻ ക്രൈ എന്ന് പറയുന്നത് സഡൻ ആയിട്ട് തുടങ്ങി പെട്ടെന്ന് കരച്ചിലേക്ക് വരും, എന്നിട്ട് ഒന്ന് നിന്ന് സോ ദാറ്റ് ഇസ് പെയിൻ ക്രൈ. അപ്പോൾ 3 ടൈപ്പ് ഓഫ് ക്രൈ ഉണ്ട്. വീട്ടിലൊക്കെ കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുന്നത് നല്ലതായിരിക്കും. സോ ദീസ് ആർ ദ 3 types of distinct types of cries. Okay, ഇനി നെക്സ്റ്റ് വൺ physical development. What are the changes that is happening in the physical development? Okay, growth is more rapid in infancy than during any other period after birth. ജനനത്തിന് ശേഷം ഉള്ളത് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ പ്രീനേറ്റലി there is a lot of development. പക്ഷേ എന്നാൽ ബർത്തിന് ശേഷമുള്ള ഒരു ഡ്യൂറേഷനെ പറ്റി, ഒരു പീരീഡിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഗ്രോത്ത് ഏറ്റവും കൂടുതൽ റാപ്പിഡ് ആയിട്ട് നടക്കുന്നത് ഈ ഒരു ഇൻഫൻസി കാലഘട്ടത്തിലാണ്. ഇനി ഇൻഫൻസ് ഡബിൾ ദെയർ ബർത്ത് വെയിറ്റ് ബൈ 3 months of age ആൻഡ് ട്രിപ്പിൾ ബൈ ദെയർ ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പോൾ ഇൻഫൻസ് ജസ്റ്റ് ഉണ്ടായ കുട്ടികൾ ആ ഒരു ബർത്ത് വെയിറ്റ് ബൈ 3 months അവര് ബർത്ത് വെയിറ്റ് കൂടുകയും ആൻഡ് ദെൻ ആൻഡ് ഇറ്റ് ട്രിപ്പിൾസ് ദെയർ ഫസ്റ്റ് ബർത്ത്ഡേ. അപ്പൊ ഫസ്റ്റ് ബർത്ത്ഡേ ആകുമ്പോഴത്തേനും ഉണ്ടായ വെയിറ്റിനെക്കാട്ടിലും ട്രിപ്പിൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ആൻഡ് ദെൻ ഇൻഫൻസ് ഗ്രോ about 1 inch per month during the first year, approximately doubling their birth length by their first birthday. അപ്പം infants grow about 1 inch, ഒരു മാസം 1 inch എങ്കിലും വളരും. ഫസ്റ്റ് ഇയറിൽ approximately doubling their birth length. ബർത്തിന്റെ സമയത്ത് എത്ര ലെങ്ത് ആയിരുന്നോ ഫസ്റ്റ് ഇയറിൽ അവരത് ഡബിൾ ചെയ്യും. An extraordinary proportion of the total body is occupied by the head during prenatal development and early infancy. അത് ഈ പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും. 2 months ഫീറ്റൽ ഏജിന്റെ സമയത്ത് ഈ ഒരു എന്താ പറയുക ഒരു അനുപാതം നോക്കിക്കേ, അത് ന്യൂ ബോണിന്റെ സമയത്ത് ഇങ്ങനെയായിരിക്കും, എന്നാൽ ഇൻഫൻസിയിൽ ആ ഒരു അനുപാതം അത് ഡെവലപ്പ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതൊക്കെയാണ് ചേഞ്ചസ് എന്ന് പറയുന്നത്. അനുപാതത്തിന്റെ വ്യത്യാസം കണ്ടോ? അതായത് ഈ ഒരു എന്നാ പറയുന്നത്, നമ്മുടെ ഒരു ഫീറ്റൽ സ്റ്റേജിന്റെ സമയത്ത് തലയാണ് വലുത്, പിന്നീടാണ് ഉടൽ വലുതാവുന്നത്. പിന്നെ ന്യൂ ബോൺ ആവുമ്പോഴത്തേനും ആ ഒരു പ്രൊപ്പോർഷൻ മാറി വരുന്നു പിന്നീട് അങ്ങോട്ടേക്ക്. ഓക്കെ, ഇനി there are 2 main principles of growth. അപ്പോൾ ഗ്രോത്തിന്റെ പ്രിൻസിപ്പിളിനകത്ത് 2 മേജർ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഞാൻ ഇതിനു മുൻപ് പല കാര്യങ്ങളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെഫാലോകോഡൽ ആൻഡ് ഓൾസോ പ്രോക്സിമോഡിസ്റ്റൽ. അപ്പോൾ ഫസ്റ്റ് വൺ സെഫാലോകോഡൽ എന്താണെന്ന് നോക്കാം. It's a sequence in which the earliest growth always occur at the top head with physical growth and differentiation of features gradually working their way down from top to bottom. അപ്പോൾ സെഫാലോകോഡൽ എന്ന് പറയുമ്പോൾ ഗ്രോത്ത് സ്റ്റാർട്ടിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു വളർച്ചയാണ് സെഫാലോകോഡൽ. നമ്മുടെ ഈ നാഗമൊക്കെ വളരുന്നില്ലേ, ദാറ്റ് ഇസ് സെഫാലോകോഡൽ. ഓക്കെ, പ്രോക്സിമോഡിസ്റ്റൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സീക്വൻസ് ഇൻ വിച്ച് ഗ്രോത്ത് സ്റ്റാർട്ട്സ് അറ്റ് ദ സെന്റർ ഓഫ് ദിയർ ബോഡി ആൻഡ് മൂവ്സ് ടു ദ എക്സ്ട്രീംസ്. അപ്പം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ആണ് പ്രോക്സിമോഡിസ്റ്റൽ എന്ന് പറയുന്നത്. സോ സെഫാലോകോഡൽ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് താഴേക്കായിരിക്കും, ടോപ്പ് ടു ഹെഡ്. ഓക്കെ, top to bottom, always occur at the top of end, which is the physical growth and differentiation of features, so gradually working towards the
ഫ്രം ടോപ്പ് ടു ബോട്ടം നമ്മുടെ മുടിയൊക്കെ സെഫാലോകോഡിലാണെന്ന് വേണം പറയാം. സോ proximo-distal pattern is a sequence where the growth starts from the center of the body and moves towards the extreme. So cephalocaudal and proximo-distal. Okay. ഇനി നെക്സ്റ്റ് ബ്രെയിൻ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. സോ അറ്റ് ബർത്ത് ദ ന്യൂ ബോൺസ് ബ്രെയിൻ ഇസ് അബൌട്ട് 25% ഓഫ് ഇറ്റ്സ് അഡൾട്ട് വെയിറ്റ്. അപ്പൊ ഒരു ബർത്തിന്റെ സമയത്ത് ഒരു ന്യൂ ബോൺ ബേബിയുടെ ബ്രെയിൻ എന്ന് പറയുന്നത് 27% ഓഫ് ദ അഡൾട്ട് വെയിറ്റ് ആയിരിക്കും. ഓക്കെ. ബൈ സെക്കൻഡ് ബർത്ത്ഡേ ദ ബ്രെയിൻ ഇസ് അബൌട്ട് 75% ഓഫ് ഇറ്റ്സ് അഡൾട്ട് ബർത്ത്. അപ്പൊ ബൈ സെക്കൻഡ് രണ്ടാമത്തെ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോഴത്തേനും ബ്രെയിൻ ഇസ് അബൌട്ട് 75% ഓഫ് ഇറ്റ്സ് അഡൾട്ട് വെയിറ്റ്. ഓക്കെ. അപ്പൊ അത്രമാത്രം ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. ഓൾദോ ഇറ്റ്സ് മെയിൻ സ്ട്രക്ചേഴ്സ് ആർ പ്രസന്റ് അറ്റ് ബർത്ത്, ഇറ്റ് ഇസ് ഇൻഫൻസി വെൻ ദ ബ്രെയിൻ ഫോംസ് കണക്ഷൻസ് ആൻഡ് ന്യൂറോളജിക്കൽ സർക്യൂട്ട്സ്. അപ്പം ബ്രെയിൻ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടാണ് ഒരു എന്താ പറയുക ഒരു ഡെലിവറി നടക്കുന്നത്, ഒരു കുട്ടി ഉണ്ടാവുന്നത് എങ്കിലും ഈ ഒരു ഇൻഫൻസി കാലഘട്ടത്തിലാണ് ഇപ്പം ബ്രെയിനിന്റെ എന്താ പറയുക കണക്ഷൻസ് ഫോം ചെയ്യുന്നതും ന്യൂറോണൽ സർക്യൂട്ട്സ് ഫോം ചെയ്യുന്നതും ബേസ്ഡ് ഓൺ വാട്ട്, ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസസ്. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് പാർട്ട്. നമ്മുടെ എക്സ്പീരിയൻസസ് വഴിയായിട്ടാണ് ഈ ഒരു എൻവയോൺമെന്റിലുള്ള സ്റ്റിമുലസിനോടൊക്കെയുള്ള റെസ്പോൺസ് വഴിയായിട്ടാണ് ബ്രെയിൻ ഇങ്ങനെ കണക്ഷൻസും ന്യൂറോണൽ സർക്യൂട്ട്സും ഒക്കെ ഫോം ചെയ്യുന്നത്. Okay, ini motor development. Motor skills refer to coordinated movements of muscles and limbs. അപ്പോൾ motor skills എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? Refer to coordinated movements of muscles and limbs. At first, unable to move independently, infants soon learn to crawl, to stand, to walk. motor development അകത്ത് വരുന്നത് ആദ്യം എന്താ ജസ്റ്റ് എന്താ പറയുക ഹെൽപ്ലെസ് ആയിട്ടുള്ള കുഞ്ഞു ക്രീച്ചേഴ്സ് മാത്രമാണ്. പക്ഷെ എന്നാൽ അതിനുശേഷം മൂവ് ചെയ്യാനായിട്ട് പറ്റും, കൈ അനക്കാൻ പറ്റുന്നു, ക്രോൾ ചെയ്യാൻ പഠിക്കുന്നു, സ്റ്റാൻഡ് ചെയ്യാൻ പഠിക്കുന്നു, വാക്ക് ചെയ്യാൻ പഠിക്കുന്നു. സോ ഓൾ ദീസ് മോട്ടോർ സ്കിൽസ് ഓൾ ഡെവലപ്പ് ഡ്യൂറിങ് ഇൻഫൻസി കാലഘട്ടത്തിലാണ് ഇത്രയും ചേഞ്ചസ് ഒക്കെ സംഭവിക്കുന്നത്. ഇനി മോട്ടോർ ഡെവലപ്മെന്റ്, വൺസ് ദ ചൈൽഡ് ക്യാൻ മൂവ് ത്രൂ ദ എൻവയോൺമെന്റ് അപ്രൈറ്റ്, ദ ആംസ് ആൻഡ് ഹാൻഡ്സ് ആർ ഫ്രീ. അപ്പം എപ്പോഴാണോ കുട്ടി നടക്കാനായിട്ട് പഠിക്കുന്നത്, ആംസും ഹാൻഡ്സും ഒക്കെ ഫ്രീ ആയിട്ട് നടക്കുന്നത്, അപ്പോഴാണ് ആ ഒരു മോട്ടോർ ഡെവലപ്മെന്റിന്റെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഇൻഫൻസ് മസ്റ്റ് ലേൺ ദ ഫൈൻ മോട്ടോർ സ്കിൽസ് അസോസിയേറ്റഡ് വിത്ത് ഗ്രാസ്പിംഗ്, ഹോൾഡിംഗ്, മാനിപ്പുലേറ്റിംഗ്. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചു നടക്കുന്നത് മാറിക്കഴിഞ്ഞ് കൈയൊക്കെ ഫ്രീ ആയി കഴിയുമ്പോഴാണ് ഫൈൻ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. കാരണം എന്തെങ്കിലും ഗ്രാസ്പ് ചെയ്യണം, ഹോൾഡ് ചെയ്യണം, മാനിപ്പുലേറ്റിംഗ് ഒബ്ജക്ട്സ്, ഇതൊക്കെ മോട്ടോർ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ഇനി മറ്റൊരു തിയറി ഉണ്ട്, ദ ഡൈനാമിക് സിസ്റ്റംസ് തിയറി. അപ്പൊ ഡൈനാമിക് സിസ്റ്റംസ് തിയറിക്ക് പറയുന്നത് ദിസ് വ്യൂസ് മോട്ടോർ ഡെവലപ്മെന്റ് ആസ് ഇൻവോൾവിംഗ് മെനി ഡിസ്റ്റിങ്ക്ട് സ്കിൽസ് ദാറ്റ് ആർ ഓർഗനൈസ്ഡ് ആൻഡ് റീഓർഗനൈസ്ഡ് ഓവർ ടൈം ടു മീറ്റ് സ്പെസിഫിക് നീഡ്സ്. അപ്പൊ സ്പെസിഫിക് നീഡ്സിനെ മെറ്റ് ചെയ്യുന്നതിന് വേണ്ടി മോട്ടോർ ഡെവലപ്മെന്റ് ഡിസ്റ്റിങ്ക്ട് സ്കിൽസിനെ ഓർഗനൈസ് ചെയ്യാനും ഡിസോർഗനൈസ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ വാക്കിംഗ് ഇൻക്ലൂഡ്സ് മെയിൻറ്റെയിനിങ് ബാലൻസ്. അപ്പൊ വാക്കിങ്ങിനകത്ത് മെയിൻറ്റെയിനിങ് ബാലൻസ് വരുന്നുണ്ട്, മൂവിംഗ് ലിംസ് വരുന്നുണ്ട്, എൻവയോൺമെന്റിനെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്, ഹാവിംഗ് എ റീസൺ ടു മൂവ്. അപ്പൊ ഇതൊക്കെയും ഒരു ഡൈനാമിക് സിസ്റ്റം തിയറിക്ക് കീഴിൽ വരുന്നതാണ്. ഓക്കെ, ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ആസ്പെക്ടുകൾ അതിനകത്ത് വരുന്നു, ഡൈനാമിക് ആണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോൺസ് ഇൻ ദ മോട്ടോർ ഡെവലപ്മെന്റ്. അപ്പം ആദ്യ ഫീറ്റൽ പൊസിഷൻ 0 months ഫസ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോൾ ചിന്ന ഇങ്ങനെ കമന്ന് കിടന്നിട്ട് തല ഇങ്ങനെ പൊക്കാനായിട്ട് നോക്കുന്നു, ആൻഡ് ചെസ്റ്റ് അപ്പ്, പിന്നീട് ചെസ്റ്റ് പൊങ്ങുന്നു. And then what we have is a reach and miss. ഇങ്ങനെ എണീക്കാൻ നോക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ട്. 3 months സിറ്റ് അപ്പ് വിത്ത് സപ്പോർട്ട്, 4 മാസം ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുന്നു. ആൻഡ് സിറ്റ് ഓൺ ദ ലാസ്റ്റ് 5 മാസം ഒക്കെ ആകുമ്പോഴത്തേനും സിറ്റ് ഓൺ ദ ലാപ്പ് ആൻഡ് ഗ്രാസ്പ് ഒബ്ജക്ട്സ് ഇൻ 5 months. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് സിറ്റ് ഓൺ ദ ഹൈ ചെയർ, ഗ്രാസ്പിംഗ്, ഡാംഗ്ലിംഗ് ഒബ്ജക്ട്സ് ഒക്കെ 6 മാസം ഒക്കെ ആകുമ്പോഴത്തേനും അങ്ങനെ ഒരു മൈൽ സ്റ്റോൺ വരുന്നു. ആൻഡ് 7 മാസം ഒക്കെ ആകുമ്പോൾ തന്നെ ഇരിക്കാൻ പഠിക്കുന്നു. 8 മാസം ഒക്കെ ആകുമ്പോൾ ആരുടെയെങ്കിലും സഹായം കൊണ്ട് ഇങ്ങനെ ഇട്ട് നിൽക്കാനായിട്ട് പറ്റുന്നു. ആൻഡ് ദെൻ 9 months ഒക്കെ ആകുമ്പോൾ സ്റ്റാൻഡിങ് ആൻഡ് ഹോൾഡിംഗ് ഫർണിച്ചർ, എന്തെങ്കിലുമൊക്കെ സാധനത്തെയൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് പഠിക്കുന്നു. 10 മാസം ആകുമ്പോൾ ക്രോൾ ചെയ്ത് തുടങ്ങുന്നു. 11 മാസം ആകുമ്പോൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചാൽ തത്തി നടക്കാൻ പഠിക്കുന്നു. 12 മാസമൊക്കെ ആകുമ്പോൾ ഫർണിച്ചറും എല്ലാ സാധനങ്ങളും തുറന്നു വലിച്ച് എല്ലാ കാര്യങ്ങളും ക്യൂരിയോസിറ്റിയോടെ നോക്കാനായിട്ട് പഠിക്കുന്നു സ്വന്തം തന്നെ. ആൻഡ് ദെൻ ക്ലൈം സ്റ്റെപ്സ് 13 മാസമൊക്കെ ആകുമ്പോഴത്തേനും സ്റ്റെപ്സും സ്റ്റെയർസും ഒക്കെ ക്ലൈംബ് ചെയ്യാൻ പഠിക്കുന്നു. 14 മാസം അബൌട്ട് 2 years ഒക്കെ ആകുമ്പോൾ സ്റ്റാൻഡ് അലോൺ ചെയ്യുന്നു. വോക്ക് അലോൺ ബൈ 15 months. അപ്പം എന്റെ കുട്ടി ഇതൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും എന്റെ കുട്ടി 4 മാസത്തിലല്ല 5 മാസത്തിലായിരുന്നു എന്ന് പറഞ്ഞ് എന്തെങ്കിലും തെറ്റാണെന്നല്ല. ഇത് നോർമൽസി റേറ്റ് ആണ്. പക്ഷെ എന്നാൽ ഇതിൽ നിന്ന് ഓൾട്ടറേഷൻസ് ചേഞ്ചസും ഒക്കെ സംഭവിക്കാം.
Okay. Any principles of motor development? Motor development depends upon the neural and muscular maturation. ഒരു കുട്ടിയുടെ ഒരു ഇൻഡിവിജ്വലിന്റെ ന്യൂറൽ ആൻഡ് മസ്കുലർ മച്ചുറേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മോട്ടോർ ഡെവലപ്മെന്റ് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. Okay, so learning of skills cannot occur until the child is maturationally ready. അപ്പം സ്കിൽസും ഒന്നും ഇങ്ങനെ മച്ചുറേഷനിൽ റെഡി അല്ല, കംപ്ലീറ്റ്ലി മെച്ചുവർ ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു സ്കിൽസ് ഒന്നും ലേൺ ചെയ്യാനോ അക്വയർ ചെയ്യാനോ ആ കുട്ടിക്ക് സാധിക്കുകയില്ല. Okay. ഇനി മറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് എന്താണ്? മോട്ടോർ ഡെവലപ്മെന്റ് ഫോളോസ് എ പ്രിഡിക്റ്റബിൾ പാറ്റേൺ. അപ്പോൾ ഒരു പ്രിഡിക്റ്റബിൾ പാറ്റേൺ എപ്പോഴും ഫോളോ ചെയ്യുന്നു. ഇറ്റ് ഈസ് പോസിബിൾ ടു എസ്റ്റാബ്ലിഷ് നോംസ് ഫോർ മോട്ടോർ ഡെവലപ്മെന്റ്. അപ്പൊ മോട്ടോർ ഡെവലപ്മെന്റിന് നോംസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ദർ ആർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ദ റേറ്റ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ്. ഞാൻ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് ഒരു പോസിബിൾ എന്നാൽ എസ്റ്റാബ്ലിഷ്ഡ് നോം ഉണ്ട് താനും, എന്നാൽ ഇറ്റ് ഓൾസോ ഫോളോസ് എ പ്രിഡിക്റ്റബിൾ പാറ്റേൺ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ ഒരു പ്രിഡിക്റ്റബിൾ പാറ്റേൺ ആണ്, എന്നാൽ ഇതിനൊരു നോമും ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ന്യൂ ബോൺ റിഫ്ലെക്സസ്. ഇനി കുറച്ച് റിഫ്ലെക്സുകളെ പറ്റി നോക്കാം. നമ്മള് കുഞ്ഞുങ്ങളെ ന്യൂ ബോൺസ് ആയിട്ടുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു ചീക്കിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ തട്ടിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനെ തല തിരിച്ചുകൊണ്ട് വരുന്നു. സോ ദാറ്റ് അതൊക്കെ റിഫ്ലെക്സുകളാണ് ഫോർ വാട്ട്? ഫോർ എക്സിസ്റ്റൻസ്. ഓക്കെ, വൺ ഓഫ് ദ നിയോണിറ്റ്സ് ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് ഇസ് ഫുൾ സെറ്റ് ഓഫ് യൂസ്ഫുൾ റിഫ്ലെക്സസ്. അപ്പൊ ഒത്തിരി റിഫ്ലെക്സുകൾ വളരെ മാജിക് ആണ് ശരിക്കും പറഞ്ഞാൽ. ആരും പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ല. ദീസ് ആർ ഓൾ നാച്ചുറൽ റിഫ്ലെക്സസ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, റിഫ്ലെക്സ് ഇസ് ആൻ ഇൻവോളണ്ടറി ആൻഡ് ഓട്ടോമാറ്റിക് റെസ്പോൺസ് ടു ദ സ്റ്റിമുലസ്. എന്തെങ്കിലും ഒരു സ്റ്റിമുലസിനോടുള്ള ഇൻവോളണ്ടറി ആയിട്ടുള്ള, അതായത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, വോളണ്ടറി അല്ല, ഇൻവോളണ്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റെസ്പോൺസുകളെയാണ് നമ്മൾ റിഫ്ലെക്സുകൾ എന്ന് വിളിക്കുക. വെൻ ദ ഐ ഓട്ടോമാറ്റിക്കലി ബ്ലിങ്സ് ഇൻ ദ റെസ്പോൺസ് ടു എ പഫ് ഓഫ് ഹെയർ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ പൊടി വലിക്കുമ്പോഴത്തേനും പെട്ടെന്ന് നമ്മൾ കണ്ണടയ്ക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പെട്ടെന്ന് ഒരു ലൗഡ് സൗണ്ട് കേൾക്കുമ്പോഴത്തേനും വേറൊരു ടൈപ്പ് ഓഫ് റിഫ്ലെക്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇൻഫന്റ്സ് ഫസ്റ്റ് മോട്ടോർ സ്കിൽസ് ആർ നോട്ട് റിയലി സ്കിൽസ് ബട്ട് റിഫ്ലെക്സസ്. അപ്പം ഇൻഫന്റിന്റെ ആദ്യത്തെ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത് നെസസറിലി അത് സ്കിൽസ് അല്ല, അതൊക്കെ റിഫ്ലെക്സുകളാണ്. പിന്നെ എന്തൊക്കെയാണ് റിഫ്ലെക്സുകൾ എന്ന് നോക്കാം. സോ 3 sets of reflexes are crucial for survival. അപ്പം ഏതൊക്കെയാണ്? റിഫ്ലെക്സ് ദാറ്റ് മെയിൻറ്റെയിൻ ഓക്സിജൻ സപ്ലൈ. ഫസ്റ്റ് വൺ ബ്രീത്തിങ് റിഫ്ലെക്സ്. ഓക്കെ, begins in the normal newborns even before the umbilical cord and supplies oxygen is cut. Okay, so breathing reflex is important. Then additional reflex that maintain oxygen is reflexive hiccups and sneezing. ഇതൊക്കെ ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല. These are all reflexes that the child has learned. Okay, reflexive hiccups, sneezes, and then as well as thrashing, moving the arms and legs about to escape something that covers the face. അപ്പൊ ഫേസിന് എന്തെങ്കിലും കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി ഇങ്ങനെ കൈയൊക്കെ തട്ടുന്നു. അപ്പൊ അതുപോലും അറിയില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അല്ലെ? അപ്പൊ ത്രാഷിങ്, മൂവിങ് ആംസ് ആൻഡ് ലെഗ്സ്, ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ എടുത്തടിക്കുന്നതൊക്കെ എന്തിനാ? മുഖത്തിന്റെ പാർട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൂവ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പം ഇതൊക്കെ റിഫ്ലെക്സസ് ആണ്. ഓക്കെ, ഇനി റിഫ്ലെക്സസ് ദാറ്റ് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള റിഫ്ലെക്സ് ആണ്. cold, when the infants are cold they cry. കുട്ടികൾ തണുക്കുന്നെങ്കിൽ കരയുന്നു, ഷിവർ ചെയ്യുന്നു. ടക്ക് their leg, close their bodies. അപ്പൊ കൈയൊക്കെ അടുപ്പിച്ച് വെക്കുന്നു, thereby helping them to keep themselves warm. Okay, when they are hot they try to push away the blanket and then stay still. കാരണം ഇതൊന്നും ആരും പഠിപ്പിച്ചിട്ടല്ല, but they are doing that themselves. അപ്പൊ ഇതൊക്കെ റിഫ്ലെക്സുകളാണ്. അപ്പൊ ഹോട്ട് ആണെങ്കിൽ അവരവരുടെ ബ്ലാങ്കറ്റ് ഒക്കെ ഇങ്ങനെ തട്ടി കളയുന്നു. ഓക്കെ, ഇനി റിഫ്ലെക്സസ് ദാറ്റ് മാനേജസ് ഫീഡിങ്. The sucking reflex. അപ്പം ഫീഡിങ്ങിനെ മാനേജ് ചെയ്യുന്ന റിഫ്ലെക്സ് ആണ് sucking reflex. The sucking reflex causes newborn to suck anything that touches their lips, fingers and toes. സക്കിംഗ് റിഫ്ലെക്സ് എന്ന് പറയുമ്പോൾ ന്യൂബോൺസ് ടു സക്ക് എനിത്തിങ്, അവർ തൊടുന്ന എല്ലാ കാര്യങ്ങളെയും സക്ക് ചെയ്യുന്നത്, ലിപ്സ് ആയിക്കോട്ടെ, ഫിംഗേഴ്സ് ആയിക്കോട്ടെ, ടോസ്, ബ്ലാങ്കറ്റ്സ്, എന്ത് കൈക്കിട്ടായാലും വായിലേക്ക് പോകുമല്ലോ. അപ്പൊ അത് അവരുടെ സക്കിംഗ് റിഫ്ലെക്സ് ആണ്. ആസ് വെൽ ആസ് ദ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ നിപ്പിൾസ് ഓഫ് വേരിയസ് ടെക്സ്ചേഴ്സ് ആൻഡ് ഷേപ്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ അവരുടെ ഫീഡിങ്ങിനെ മാനേജ് ചെയ്യുന്നതിനുള്ള സക്കിംഗ് റിഫ്ലെക്സുകളാണ്. ഓക്കെ, ഇനി വരുന്നതാണ് 2-3 റിഫ്ലെക്സുകൾ. റൂട്ടിംഗ് റിഫ്ലെക്സ്. റൂട്ടിംഗ് റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ കോസിംഗ് ബേബീസ് ടു ടേൺ their mouths towards anything that brushes against their cheek. A reflexive search for nipple to start sucking. അപ്പൊ റൂട്ടിംഗ് റിഫ്ലെക്സ് ആണ് അവരുടെ മൗത്ത് ഇവിടെ എന്തെങ്കിലും അവരുടെ ചിക്കിന്റെ സൈഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് വരികയാണെങ്കിൽ അവരിത് ഇങ്ങനെ തിരിക്കും. സോ ദാറ്റ് ഇസ് കോൾഡ് റൂട്ടിംഗ് റിഫ്ലെക്സ്. ഓക്കെ, അമ്മയുടെ നിപ്പിൾ തട്ടുമ്പോഴത്തേനും ആ നിപ്പിളിലേക്ക് വാ പോകുന്നതിന് വേണ്ടിയുള്ള ഒരു റിഫ്ലെക്സ് ആണ്. സോ ദാറ്റ് ഇസ് കോൾഡ് റൂട്ടിംഗ് റിഫ്ലെക്സ്. ഓക്കെ, ഇനി next one, swallowing is another important reflex.
ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് വളരെ ബേസിക് swallowing. പക്ഷെ എന്നാൽ അത് ഇല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കുക. So swallowing is another important reflex that aids feeding and as our crying പോലെ തന്നെ important ആയിട്ടുള്ള ഒന്നാണ് swallowing. When the stomach is empty and spitting up, അതായത് stomach empty ആണെങ്കിൽ spitting up, when too much is swallowed quickly, too much പെട്ടെന്ന് ഒത്തിരി കഴിക്കുകയാണെങ്കിൽ അതിനെ തുപ്പുക, ഇതൊക്കെ റിഫ്ലെക്സിന്റെ ഇതൊക്കെ പാർട്ട് ഓഫ് റിഫ്ലെക്സുകളാണ്. ഓക്കെ. Other important reflexes not necessary for survival but are important signs of normal brain development. അപ്പം എന്താ സർവൈവലിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇപ്പൊ ഇത്രയും പറഞ്ഞത് വരെ സർവൈവലിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. swallowing, then എന്താ പറയുക റൂട്ടിംഗ് റിഫ്ലെക്സ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എന്നാൽ ബോഡി ഫംഗ്ഷനിങ്, നോർമൽ ബോഡി ഫംഗ്ഷനിങ്, നോർമൽ ബ്രെയിൻ ഫംഗ്ഷനിങ്ങിനൊക്കെ സിംറ്റംസ് ആയിട്ട് നമ്മൾ അല്ലെ സയൻസ് ആയിട്ട് നമ്മൾ കാണുന്ന മറ്റു കുറച്ച് റിഫ്ലെക്സുകളും കൂടെ ഉണ്ട്. അപ്പൊ അത് ഒന്നാമത്തെ ബാബിൻസ്കി റിഫ്ലെക്സ് എന്ന് പറയും. So when infants' feet are stroked, the toes fan upwards. അപ്പം ഈ കുഞ്ഞിന്റെ കാലിൽ ഇങ്ങനെ ചെറുതായിട്ട് സ്ട്രോക്ക് ചെയ്യുകയാണെങ്കിൽ അവരിങ്ങനെ ടോപ്പ് ഒക്കെ പിടിക്കും, ഇങ്ങനെ ഫാൻ അപ്വേർഡ്സ് ചെയ്യും. അതിനെയാണ് ബാബിൻസ്കി റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പിംഗ് റിഫ്ലെക്സ് ഉണ്ട്. when the infants are held upright ആയിട്ട് പിടിക്കുകയാണെങ്കിൽ with their feet touching the flat surface they move their legs as if walking. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് കാലിങ്ങനെ നിലത്ത് പിടിക്കുമ്പോൾ കാലിങ്ങനെ ഇട്ട് ചവിട്ടുന്നു. അതെന്താണ്? സ്റ്റെപ്പിംഗ് റിഫ്ലെക്സ് ആണ് for walking, like as if they are walking. Okay. ഇനി മറ്റൊന്നാണ് swimming reflex. When they are laid horizontally on their stomach, infants stretch their arms and legs. അപ്പം കുട്ടിയെ ഇങ്ങനെ കിടത്തി കഴിയുമ്പോൾ എന്താ പറയുക, ഹൊറിസോണ്ടലി കിടത്തി കഴിയുമ്പോൾ സ്റ്റൊമക്കും ഇൻഫൻസ് സ്ട്രെച്ച് ചെയ്യുക, ആർംസും ലെഗ്സും ഒക്കെ സ്ട്രെച്ച് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് സ്വിമ്മിങ് റിഫ്ലെക്സ് ആണ്. ദെൻ പൾമാർ ഗ്രാസ്പിംഗ് റിഫ്ലെക്സ് ഉണ്ട്. അതായത് when something touches the infant's palm they grip it tightly. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും കുട്ടിയുടെ കയ്യിൽ കൊടുത്ത്, ഇപ്പൊ കുഞ്ഞു പിള്ളേരാണെങ്കിൽ അവരുടെ കൈ എപ്പോഴും ഇങ്ങനെ ഇരിക്കുക. അപ്പൊ when something touches their infant's palm അവരത് grip ചെയ്യുന്നു tightly. Okay. Then Moro reflex. When someone startles them, perhaps by banging on the table they are lying on, infants flinging their arms outward and then bringing them together on their chest as if they are holding on to something while crying wide open eyes. Moro reflex എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ശബ്ദം കേട്ടോ അല്ലെങ്കിൽ അടുത്ത് വന്ന് എന്തെങ്കിലും സ്റ്റാർട്ടിൽ ചെയ്താല് അവര് എന്താ പറയുന്നത്, ബാങ്കിങ് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ചേഞ്ച് വരുന്നു, കൈയും കാലും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്തിട്ട് തിരിച്ചു വരുന്നു ബൈ ബ്രിങ്ങിങ് ദം ടുഗെദർ. സോ ദാറ്റ് ഇസ് കോൾഡ് as മോറോ റിഫ്ലെക്സ്. ഓക്കെ. അപ്പം സ്വിമ്മിങ് റിഫ്ലെക്സ് ഉണ്ട്, പാൽമാർ റിഫ്ലെക്സ് ഉണ്ട്, മോറോ റിഫ്ലെക്സുകളുണ്ട്. ഇനി മറ്റ് റിഫ്ലെക്സുകളെ നോക്കിക്കോ. ബ്രീത്തിങ് റിഫ്ലെക്സ്, ഐ ബ്ലിങ്കിങ് റിഫ്ലെക്സ് ഉണ്ട്, പൾപിറ്ററി റിഫ്ലെക്സ് ഉണ്ട്, റൂട്ടിംഗ് റിഫ്ലെക്സ്, സക്കിംഗ് റിഫ്ലെക്സ്, swallowing. ദെൻ പ്രിമിറ്റീവ് റിഫ്ലെക്സുകളാണ് ബാബിൻസ്കി, പാൽമാർ റിഫ്ലെക്സ്, മോറോ റിഫ്ലെക്സ്, സ്വിമ്മിങ് റിഫ്ലെക്സ് ആൻഡ് സ്റ്റെപ്പിംഗ് റിഫ്ലെക്സ്. അപ്പം ഇതിന്റെ ഓരോന്നിന്റെ റെസ്പോൺസുകൾ എന്തൊക്കെയാണ്, ഡെവലപ്മെന്റ് ആൻഡ് കോഴ്സ് എന്തൊക്കെയാണ്, സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് ഈ ഒരു സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. പക്ഷെ ദിസ് ഇസ് വെരി സിമ്പിൾ, യു ജസ്റ്റ് ക്യാൻ ഗോ ത്രൂ ദിസ്. ഓക്കെ. അപ്പം മനസ്സിലാവുന്നതിന് വേണ്ടി ഇതിന്റെ ഒരു എന്താ പറയാ, ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് വായിച്ചു നോക്കുക. ഇനി പ്രിമിറ്റീവ് റിഫ്ലെക്സുകളായിട്ടുള്ള ബാബിൻസ്കി, റൂട്ടിംഗ്, പൾമാർ എക്സെട്ര നോർമലി ഡിസപ്പിയർ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഫ്യൂ മന്ത്സ്. അപ്പൊ ഈ ബാബിൻസ്കി, റൂട്ടിംഗ്, പൾമാർ ഗ്രാസ്പ് എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ ഒരു ഫ്യൂ മന്ത്സിൽ തന്നെ അത് ഡിസപ്പിയർ ആയി പോകുന്നു. ദേ ആർ കൺട്രോൾഡ് ബൈ ദ ലോവർ സബ് കോർട്ടിക്കൽ ഏരിയ. അപ്പം ബ്രെയിനിന്റെ സബ് കോർട്ടിക്കൽ ഏരിയ ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ബ്രെയിൻ ആർ ലോസ്റ്റ് വൺസ് ദ ഹയർ സെന്റേഴ്സ് ഓഫ് സെറിബ്രൽ കോർട്ടെക്സ് മച്ചുവർ ആൻഡ് ബിഗിൻ ടു ഗൈഡ് ദ വോളണ്ടറി ബിഹേവിയർ. അപ്പൊ സബ് കോർട്ടിക്കൽ ഏരിയസ് പിന്നീട് ഹയർ സെന്റേഴ്സ്, സെറിബ്രൽ കോർട്ടെക്സ് ഒക്കെയാണ് വോളണ്ടറി ബിഹേവിയേഴ്സിനെ ഒക്കെ ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് അസസിങ് ദ ന്യൂ ബോൺസ് റിഫ്ലെക്സസ്. അപ്പം എന്താണ് ഈ ഒരു റിഫ്ലെക്സിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ റിഫ്ലെക്സുകളെ നമ്മൾ അസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. മെനി പ്രിമിറ്റീവ് റിഫ്ലെക്സസ് ആർ നോട്ട് വെരി യൂസ്ഫുൾ ടു ഇൻഫ്ലുവൻസ്. അപ്പൊ അതായത് ടിൽ ഡേറ്റ് ബാബിൻസ്കി റിഫ്ലെക്സ് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അതിന്റെ ഉത്തരവില്ല. എന്നാലും അപ്പൊ ഓരോ എന്താ പറയുക റിഫ്ലെക്സുകളുടെ ഒക്കെ ഉപകാരം എന്താണ് എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പ്രിമിറ്റീവ് റിഫ്ലെക്സസ് ആർ ഇമ്പോർട്ടന്റ് ഡയഗ്നോസ്റ്റിക് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ഈ പ്രിമിറ്റീവ് റിഫ്ലെക്സസ് ലൈക്ക് ബാബിൻസ്കി ഒക്കെ അതിനെയൊക്കെ പ്രിമിറ്റീവ് റിഫ്ലെക്സസ് ഡയഗ്നോസ്റ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ബ്രെയിൻ ഡെവലപ്മെന്റും അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റ് എത്രമാത്രം നടന്നു അല്ലെങ്കിൽ എത്രമാത്രം കംപ്ലീറ്റ് ആയിട്ട് നടന്നു എന്ന് മാത്രം നോക്കുന്നതിന് ഡയഗ്നോസ്റ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടാണ് പ്രിമിറ്റീവ് റിഫ്ലെക്സുകളെ നമ്മൾ നോക്കുന്നത്. ഇഫ് ദീസ് റിഫ്ലെക്സസ് ആർ നോട്ട് പ്രസന്റ് അറ്റ് ബർത്ത് ഓർ ഇഫ് ദേ ലാസ്റ്റ് ടു ലോങ് ഇൻ ഇൻഫൻസി സംതിങ് മേ ബി റോങ് വിത്ത് ദ ബേബീസ് നെർവസ് സിസ്റ്റം. അപ്പം നമ്മൾ ഇതിനെ ഡയഗ്നോസ്റ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നോക്കുമ്പോൾ തന്നെ ഇത് ബർത്തിന്റെ സമയത്ത്
സമയത്ത് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഇൻഫൻസിയുടെ കുറെ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ 3 മാസത്തിലൊക്കെ ഈ ഒരു റിഫ്ലെക്സുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷെ എന്നാൽ ഇൻഫൻസിക്ക് അങ്ങോട്ടേക്ക് പിന്നീട് ഈ റിഫ്ലെക്സുകൾ കാണുകയാണെങ്കിലും പ്രശ്നമാണ്. സോ സംതിങ്, അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെ ഒരു ഡയഗ്നോസ്റ്റിക് ഇൻഡിക്കേറ്റർ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംതിങ് മേ ബി റോങ് ആൻഡ് ദ ബേബീസ് നെർവസ് സിസ്റ്റം. അപ്പൊ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ആ ഒരു ബേബിയുടെ നെർവസ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കും എന്നായിരിക്കും നമ്മൾ കരുതുക. ഓക്കെ, ഇനി വരുന്നതാണ് a full complement of infant reflexes tell us that newborns are quite prepared to respond adaptively to a new variety of life challenges. അപ്പം fully complement ആയിട്ടുള്ള എന്താ പറയുക ഇൻഫൻസി റിഫ്ലെക്സ് എന്ന് പറയുമ്പോൾ ഈ ഇൻഫൻസി റിഫ്ലെക്സുകളൊക്കെ പറയുന്നത് എന്താണ്, ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു ഇൻഫന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചേഞ്ചസിലൂടെയും കടന്നു പോകാനായിട്ട് തയ്യാറാണ് എന്നാണ് പറയുക. Okay, the timely appearance and disappearance of certain reflexes is one important sign that the baby's nervous system is developing normally. അപ്പം ഈ ഒരു കറക്റ്റ് സമയത്ത് ഈ ഒരു റിഫ്ലെക്സുകൾ അപ്പിയർ ചെയ്യുന്നതും ഡിസപ്പിയർ ചെയ്യുന്നതും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബേബിയുടെ നെർവസ് സിസ്റ്റം നോർമൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇമോഷണൽ ഡെവലപ്മെന്റ്. നമ്മൾ ഇമോഷണൽ ഡെവലപ്മെന്റിലേക്ക് പോവാണ്. ഇമോഷൻസ് ക്യാൻ ബി റെഫർ ടു as ഫീലിംഗ്സ്. ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഫീലിംഗ്സ് ആണ്. ഓക്കെ, either പോസിറ്റീവ് ഓർ നെഗറ്റീവ് ടൈപ്പ് ഓഫ് ഇമോഷൻസ് ഉണ്ട്. സോ പോസിറ്റീവ് ഇമോഷൻസ് ഇൻക്ലൂഡ് enthusiasm, ജോയ്, ലവ്. ഇതൊക്കെയാണ് എന്ത് പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ആങ്സൈറ്റി, ആങ്കർ, ഗിൽറ്റ്, സാഡ്നെസ് ഇതൊക്കെയാണ് negative emotions. Okay, in many instances emotions involve an individual's communication with the world, especially during infancy സമയത്ത് emotions involve an individual's communication with the world. അപ്പോൾ ലോകവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമോഷൻസ് എന്ന് പറയുന്നത്. Okay, we can distinguish between primary emotions and self conscious emotions. അപ്പോൾ പ്രൈമറി ഇമോഷൻസും സെൽഫ് കോൺഷ്യസ് ഇമോഷൻസും തമ്മിൽ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും. Primary emotions are emotions that are present in humans and other animals. These emotions appear in the first 6 months of humans infant's development. ആദ്യത്തെ 6 മാസം തന്നെ ഇൻഫന്റിന്റെ ഡെവലപ്മെന്റിന്റെ 6 മാസത്തിൽ തന്നെ പ്രൈമറി ഇമോഷൻസ് ഒക്കെയും തന്നെ പ്രസന്റ് ചെയ്യുന്നു. സോ ദീസ് ആർ സർപ്രൈസ്, ഇൻട്രസ്റ്റ്, ജോയ്, ആങ്കർ, സാഡ്നെസ്, ഫിയർ. ഇതൊക്കെയാണ് പ്രൈമറി ഇമോഷൻസ് ആയിട്ട് നമ്മൾ കരുതുന്നവ. ഓക്കെ, ഇനി സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് റിക്വയർ സെൽഫ് അവയർനെസ്. നമ്മളെ പറ്റി തന്നെ മനസ്സിലാക്കുക. സെൻസ് ഓഫ് മീ ഈസ് ഇമ്പോർട്ടന്റ് ഇൻ സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ്. ദീസ് ആർ ജെലസി, എംപതി, എംബാരസ്മെന്റ്, പ്രൈഡ്, ഷെയിം, ഗിൽറ്റ്. ഇതൊക്കെയാണ് സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് ആയിട്ട് നമ്മൾ കരുതുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദീസ് occur for the first time at some point in life in the second half and first year through second year. അപ്പം കൂടുതലും എണ്ണം ഫസ്റ്റ് ടൈം, അതായത് സെക്കൻഡ് ഹാഫിൽ എപ്പോഴെങ്കിലും, അത് 6 മാസത്തിന് ശേഷം എപ്പോഴെങ്കിലും ഓഫ് ദ ഫസ്റ്റ് ഇയർ ആൻഡ് ഓൾസോ ത്രൂ ദ സെക്കൻഡ് ഇയർ ആണ് ഈ ഒരു സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് ഒക്കെ ഫോം ചെയ്ത് വരുന്നത്. ഇനി ഫ്യൂ ബേസിക് ഇമോഷണൽ എക്സ്പ്രഷൻസ് എങ്ങനെയാണ്? ക്രൈയിങ്. നമ്മൾ ക്രൈയുടെ ഇമ്പോർട്ടൻസ് ഇതിനു മുമ്പ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്യൂ ബേസിക് എക്സ്പ്രഷനകത്ത് വരുമ്പോൾ ക്രൈയിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സ്മൈലിംഗ്. അപ്പൊ 2 ടൈപ്പ് ഓഫ് സ്മൈലിംഗ് ഉണ്ട്. റിഫ്ലെക്സീവ് സ്മൈലിംഗ് ഉണ്ട്, സോഷ്യൽ സ്മൈലിംഗ് ഉണ്ട്. 2 types of smiling can be distinguished in infants. So reflexive smile, a smile that does not occur in response to external stimuli and appear during the first month after birth, usually during sleep. അപ്പോൾ റിഫ്ലെക്സ് നമ്മൾ ഉറക്കത്തിൽ ഈ മാലാഖിനെ കണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ, ദാറ്റ് ഇസ് റിഫ്ലെക്സീവ് സ്മൈൽ ആണ്. ദാറ്റ് നോട്ട് ഒക്വേഴ്സ് ഇൻ റെസ്പോൺസ് ടു എന്തെങ്കിലും എക്സ്റ്റേണൽ സ്റ്റിമുലൈസിന് വേണ്ടിയുള്ള ചിരിയല്ല, എന്നാൽ ഉറക്കത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് സ്മൈൽ ആണ് റിഫ്ലെക്സീവ് സ്മൈൽ എന്ന് നമ്മൾ അതിനെ വിളിക്കുക. ആൻഡ് ദെൻ വി ഹാവ് സോഷ്യൽ സ്മൈൽ, a smile that occurs in response to an external, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസ് ആയിട്ട് വരുന്ന സ്മൈലിനെയാണ് സോഷ്യൽ സ്മൈൽ എന്ന് വിളിക്കുന്നത്. സോഷ്യൽ സ്മൈലിംഗ് occurs as early as 2 മാസമൊക്കെ ആവുമ്പോൾ തന്നെ സോഷ്യൽ സ്മൈലിംഗ് ഡെവലപ്പ് ചെയ്യുന്നു. നമ്മളൊരു കുട്ടിയെ ചിരിച്ചു കാണിച്ചാൽ നമ്മൾ ചിരിച്ചു കാണിക്കും അല്ലെ. സോ ഫിയർ, വൺ ഓഫ് ദ ബേബീസ് ഏർലിയസ്റ്റ് ഇമോഷൻ വിച്ച് ടിപ്പിക്കലി ഫസ്റ്റ് അപ്പിയേഴ്സ് അബൌട്ട് 6 months of age. അപ്പൊ 6 മാസം വരെ, 6 മാസമൊക്കെ ആകുമ്പോഴത്തേനും ഡെവലപ്പ് ചെയ്യുന്ന ഇമോഷനാണ് ഫിയർ. അപ്പൊ സ്ട്രേഞ്ചർ, ആങ്സൈറ്റി, സെപ്പറേഷൻ പ്രൊട്ടസ്റ്റ്, അതായത് നമ്മുടെ കെയർ ടേക്കറിൽ നിന്ന് നമ്മളെ മാറ്റിയാൽ സെപ്പറേഷൻ പ്രൊട്ടസ്റ്റ്, സ്ട്രേഞ്ചർ ആങ്സൈറ്റി ഒക്കെ പീക്ക് ചെയ്യുന്ന ഒരു സമയമാണ് 18 മാസം എന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, എന്താണ് സ്ട്രേഞ്ചർ ആങ്സൈറ്റി? ആൻഡ് ഇൻഫന്റ് ഷോസ് എ ഫിയർ ആൻഡ് വറീനെസ് ഓഫ് സ്ട്രേഞ്ചേഴ്സ്. ഇൻഫന്റ്
സ്ട്രേഞ്ചേഴ്സിനോട് പ്രത്യേക പേടിയും എന്താ പറയുക ഭയങ്കര ഒരു ആങ്സൈറ്റി ഒക്കെ കാണിക്കുന്നു. ഇറ്റ് ഫസ്റ്റ് അപ്പിയേഴ്സ് അബൌട്ട് ആദ്യത്തെ 6 മാസത്തിലാണ് ഇത് ആദ്യം കണ്ടു തുടങ്ങുന്നത്. ആൻഡ് വേരി റിയാക്ഷൻ അറ്റ് ബൈ ഏജ് 9 months. അപ്പം ഒരു 9 മാസമൊക്കെ ആകുമ്പോൾ ദ ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ് ഇസ് ഓഫൺ മോർ ഇന്റൻസ്. 9 മാസമൊക്കെ ആകുമ്പോൾ ഇത് ഇന്റൻസ് ആയിട്ട് പോകുന്നു. കാരണം അറ്റാച്ച്മെന്റ് ഒക്കെ ഫോം ചെയ്യുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ 9 മാസമൊക്കെ ആകുമ്പോഴത്തേനും ഇന്റൻസ് ആവും പേടി, സ്ട്രേഞ്ചർ പേടി എന്നൊക്കെ പറയുന്ന ഇന്റൻസ് ആവും. റീച്ചിങ് എ പീക്ക് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ്. അതുകൊണ്ടാണ് കുഞ്ഞു പിള്ളേരെ നമുക്ക് എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, അവർ കരയാനായിട്ട് പോകുന്നില്ല. പക്ഷെ അതേസമയം വലിയ കുട്ടികളാവുകയാണ്, ഒരു 9 മാസമൊക്കെ കഴിഞ്ഞ് 1 വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഈ ഒരു പേടി കൂടി വരുന്നത്. അപ്പൊ ആ കെയർ ടേക്കേഴ്സിന്റെ കയ്യിൽ തന്നെയായിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ ഡിക്രീസ് ദെയർ ആഫ്റ്റർ. പക്ഷെ അതിന് ശേഷം കുറഞ്ഞു വരുന്നു. സോ ദാറ്റ് ഇസ് സ്ട്രേഞ്ചർ ആങ്സൈറ്റി. ആൻഡ് ദെൻ വി ഹാവ് സെപ്പറേഷൻ പ്രൊട്ടക്സ്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയും. ഇനീഷ്യൽ കെയർ ടേക്കേഴ്സിൽ നിന്ന് അവരെ മാറ്റുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആങ്സൈറ്റിയാണ് സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇൻഫൻസ് എക്സ്പീരിയൻസ് ഫിയർ ഓഫ് ബീങ് സെപ്പറേറ്റഡ് ഫ്രം ദെയർ കെയർ ഗീവേഴ്സ് ആൻഡ് ദ റിസൾട്ട് ഇസ് ക്രൈം വെൻ ദ കെയർ ഗീവേഴ്സ് ലീവ്. അപ്പൊ എന്താ പറയുക, ബീങ് സെപ്പറേറ്റഡ്, അവരുടെ കെയർ ഗീവേഴ്സിൽ നിന്ന് അവർ സെപ്പറേറ്റഡ് ആവുമ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫിയർ ആണ് സെപ്പറേഷൻ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്നത്. Separation protest is initially displayed by infants at approximately 7 to 8 months. അപ്പോൾ സെപ്പറേഷൻ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് 7 തൊട്ട് 8 മാസം വരെയുള്ള കാലഘട്ടത്തിലാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് പീക്സ് അബൌട്ട് 15 months. 15 മാസമൊക്കെ ആകുമ്പോൾ ഈ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി ഭയങ്കര ഹൈ ആയിരിക്കും എന്നും കൂടെ പറഞ്ഞു വെക്കുന്നു. ഇനി ടെമ്പർമെന്റ് എന്താണ്? ഇൻവോൾവ്സ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻ ബിഹേവിയറൽ സ്റ്റൈൽ. അപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ വ്യക്തിക്കും ടെമ്പർമെന്റ് ഡിഫറെന്റ് ആണ് അല്ലെ. ബിഹേവിയറൽ സ്റ്റൈൽസ് ഡിഫറെന്റ് ആണ്, ഇമോഷൻസ് ഡിഫറെന്റ് ആണ്, റെസ്പോണ്ടിങ്ങിന്റെ വേ ഡിഫറെന്റ് ആണ് അല്ലെ. ചെസ് ആൻഡ് തോമസ് ഐഡന്റിഫൈഡ് 3 ബേസിക് ടെമ്പർമെന്റ്സിനെ കണ്ടെത്തി. Okay, 3 basic temperaments. An easy child is generally in a positive mood. ഒരു easy child ഉണ്ടാവും. So that is first temperament, easy child. പോസിറ്റീവ് മൂഡ് ആയിരിക്കും. റെഗുലർ റൂട്ടീൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അഡാപ്റ്റബിൾ ആണ്, പുതിയ എക്സ്പീരിയൻസിനോട് അഡാപ്റ്റബിൾ ആണ്. ഇനി ഡിഫിക്കൾട്ട് ചൈൽഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, ക്രൈസ് ഫ്രീക്വന്റ്ലി, പെട്ടെന്ന് കരയുന്ന ഒരു കുട്ടിയായിരിക്കും. അതോടൊപ്പം തന്നെ ഇറഗുലർ ഡെയിലി റൂട്ടീൻസ് ആയിരിക്കും, എപ്പോഴൊക്കെയോ എണീക്കുന്ന എപ്പോഴൊക്കെയോ എന്തൊക്കെയോ കാണിക്കുന്നത്. സോ ഇറഗുലർ ഡെയിലി റൂട്ടീൻസ് ആൻഡ് സ്ലോ ടു അക്സെപ്റ്റ്. പുതിയ ചേഞ്ച് എന്തെങ്കിലും വന്നാൽ അതിനോട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ദാറ്റ് ഇസ് കോൾഡ് as difficult child. So that is a second temperament. And then we have slow to warm up. അതായത് child has a low activity level, ഭയങ്കര low activity level ആയിരിക്കും, somewhat negative and displays low intensity of mood. എന്ത് മൂഡാണെങ്കിലും low intensity of mood ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് വാട്ട് 3 types of temperaments എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ലാംഗ്വേജ് ഇസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ whether spoken, written or signed that is based on the system of symbols. The following are 5 components of languages. അപ്പം ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സ്പോക്കൺ, റിട്ടൺ, സൈൻഡ് എന്നാണെങ്കിലും അത് ലാംഗ്വേജ് തന്നെയാണ്. ഓക്കെ, 5 components. ലാംഗ്വേജസിന് 5 components ഉണ്ടെന്ന് നമ്മൾ വരുന്നു. ഫോണീംസ് ഉണ്ട്, മോർഫീംസ് ഉണ്ട്, സെമാന്റിക്സ് ഉണ്ട്, സിൻടാക്സ് ഉണ്ട്, പ്രാഗ്മാറ്റിക്സ് ഉണ്ട്. ഇങ്ങനെ എത്രയാണ്? PMSSP. So that is phonemes, morphemes, semantics, syntax and pragmatics. അപ്പൊ PMSSP ഓർത്ത് വെക്കുക. ഇനി cooing എന്ന് പറയുന്നത് ഫസ്റ്റ് ക്രൈങ് ആണ്. 2 months infants began to produce vowel like vowel പോലത്തെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. അതിനെയാണ് cooing എന്ന് വിളിക്കുന്നത്. Such as ooh, ah എന്നൊക്കെ കുട്ടികൾ പറയില്ലേ. So that is cooing. Sometimes infants become quite excited as they coo, perhaps reflecting the joy of simply playing with sounds. അപ്പം cooing എന്നൊക്കെ പറയുന്നത് അവരുടെ ഡെവലപ്മെന്റിനെ കാണിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ബാബ്ലിംഗ് എന്ന് പറയും. ബിറ്റ്വീൻ 6 to 9 months ദാദാ ബബ മാമ എന്നൊക്കെ വിളിക്കില്ലേ, അതിനെയാണ് ബാബ്ലിംഗ്. റിപ്പീറ്റഡ് സിലബിൾസിനെ റിപ്പീറ്റ് ചെയ്യാം. മാമ, MA അതിനെ റിപ്പീറ്റ് ചെയ്യാം. മാമ, ദാദാ ബബ എന്നൊക്കെ വിളിക്കില്ലേ. സോ ദാറ്റ് ഇസ്, അതുകൊണ്ടാണ് പപ്പ, മമ്മ ഈ ഒരു സംഭവങ്ങളൊക്കെ പെട്ടെന്ന് വിളിക്കുന്നത്. Babies begin to repeat certain syllables. Okay. All babies make rhythmic gestures, waving their arms as they babble, again in response to these actions of others. അപ്പം ബേബീസ് ഈ ഒരു ബബ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കിട്ടാൻ rhythmic ആയിട്ടുള്ള gestures കാണിക്കും, waving their arms, കൈയൊക്കെ ഇങ്ങനെ വീശി കാണിക്കും, and also മറ്റുള്ളവരെ ഈ ഒരു രീതിയിൽ ബബ എന്നൊക്കെ തിരിച്ചു കാണിക്കും. So again in response to the actions of others. Okay, ഇനി towards the
end of the first year. അപ്പോൾ ഫസ്റ്റ് ഇയറിന്റെ എൻഡിങ്ങിൽ മേ ബി അബൌട്ട് ഒരു 9, 10, 11, 12 ആ ഒരു മാസ കാലഘട്ടങ്ങളിൽ ബാബ്ലിംഗ് ബിഗിൻസ് ടു സൗണ്ട് ലൈക്ക് നേറ്റീവ് ലാംഗ്വേജ്. നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് പോലെ സൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് കുട്ടി പാപ്പ മാമ, അയ്യോ കുട്ടി അമ്മ എന്ന് വിളിച്ചു എന്നൊക്കെ പറയില്ലേ. സോ ബാബ്ലിംഗ് ബിഗിൻസ് ടു സൗണ്ട് ലൈക്ക് നേറ്റീവ് ലാംഗ്വേജ്. ഇൻഫൻസ് ഇമിറ്റേറ്റ് വാട്ട് എവർ ദേ ഹിയർ. അപ്പൊ എന്തുകൊണ്ടാണ് ചിലപ്പോൾ കുട്ടികൾ ആദ്യമായിട്ട് അമ്മയെ നല്ല പപ്പ എന്ന് പറയുന്നത്? കാരണം അമ്മ എപ്പോഴും അവരോട് പപ്പ പപ്പ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അവര് ഇൻഫൻസ് അവർ ആക്ച്വലി കേൾക്കുന്ന കാര്യങ്ങളാണ് അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് വേർഡ്, about 1 year of age the average baby speaks a few words. അപ്പൊ ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഒരു ആവറേജ് ലെവൽ ഓഫ് ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു ബേബി ഫിക്സ് 2-3 വേർഡ്സ് ഒക്കെ പറയാനായിട്ട് പഠിക്കുന്നു. ഓക്കെ, യൂഷ്വലി കെയർ ഗിവേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഫസ്റ്റ് വേർഡ് ബിഫോർ സ്ട്രേഞ്ചേഴ്സ് ഡു ആസ് ബേബീസ് ഡു നോട്ട് ഫോം whole words and pronounces them as we do. അപ്പം കെയർ ഗീവേഴ്സ് ആയിരിക്കും ഈ ഫസ്റ്റ് വേർഡ്സിനെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. കാരണം അവർ ഹോൾ വേർഡ് ഒന്നും ഉപയോഗിക്കണമെന്ന് ബാറ്റാം ബോട്ടിലിന് വേണം ബാ എന്നായിരിക്കും. അപ്പൊ അങ്ങനെ ബേബി സീസ് ബാ ടാം എക്സെട്ര വിത്ത് ഹിറ്റ്സ് പേരൻസ് വിൽ നോട്ട് ബി റെസ്പെക്റ്റീവ്ലി ബോട്ടിൽ നിന്ന് ടമ്മയും ബ ടം എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ അതൊക്കെ അവരുടെ ഫസ്റ്റ് വേർഡ്സ് ആണ് which has meanings of something else. Okay. In the first month of the second year, spoken vocabulary increases very gradually, perhaps one new word a week. About 6 to 15 months old learn meanings rapidly as they comprehend about 10 times as many words as they speak. About 6 മുതൽ 15 മാസം വരെ learn meanings rapidly, they comprehend about 10 times as many words as they speak. So in the first month of the second year, spoken vocabularies increase very gradually. Okay, in naming explosion, once vocabulary reaches 50 expressed words, once ഈ vocabulary എല്ലാം 50 expressed words വരെയൊക്കെ ആകുമ്പോഴത്തേനും it builds rapidly at a rate of 50 to 100 words per month. ഒരു per monthൽ 50 മുതൽ 100 words വരെ പഠിക്കുന്നു. With the 21 month old says twice as many words as അപ്പൊ ഒരു 21 മാസം പ്രായമുള്ള ഒരു കുട്ടി 18 മാസം ഉള്ള ഒരു വ്യക്തിയെക്കാട്ടിൽ 18 മാസമുള്ള കുട്ടിയെക്കാട്ടിൽ ട്വൈസ് മെനി വേർഡ്സ് പഠിക്കുന്നു. ഓക്കെ, അപ്പൊ അത്രമാത്രം റാപ്പിഡ് ആണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ദിസ് ലാംഗ്വേജ് സ്പ്രൗട്ട് ഇസ് കോൾഡ് ദ നെയിമിംഗ് എക്സ്പ്ലോഷൻ. അപ്പൊ ഈ പെട്ടെന്നുള്ള 18 മാസം പ്രായമുള്ള ഒരു കുട്ടിയും 21 മാസം പ്രായമുള്ള കുട്ടിയെക്കാട്ടിലും എന്താ പറയുന്നത് 21 വയസ്സുള്ള കുട്ടിക്ക് ട്വൈസ് വേർഡ്സ് അറിയാം എന്നാ പറയുന്നത് in comparison to a 18-month-year-old. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ അതിനെ നമ്മൾ എന്താ വിളിക്കുക? നെയിമിംഗ് എക്സ്പ്ലോഷൻ എന്നാണ് വിളിക്കുക. ബിക്കോസ് മെനി ഓഫ് ദ ഏർലി വേർഡ്സ് ആർ നൗൺസ് ഓർ നെയിമിംഗ് വേർഡ്സ്. അപ്പൊ ഏർലി വേർഡ്സും നൗൺസും നെയിമിംഗ് വേർഡ്സും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ ലാംഗ്വേജിനെ പെട്ടെന്ന് പഠിക്കുന്നതിനെ നെയിമിംഗ് എക്സ്പ്ലോഷൻ എന്നാണ് വിളിക്കുക. ഇനി സിമ്പിൾ സെന്റൻസസ് ഫോം ചെയ്യാൻ പഠിക്കുന്നു. എങ്ങനെ? അറ്റ് അബൌട്ട് 18 to 24 months, 18 മുതൽ 24 മാസം വരെയുള്ള സമയങ്ങളിൽ ചിൽഡ്രൻ ബിഗിൻ ടു കമ്പൈൻ വേർഡ്സ് ഇൻ ടു സിമ്പിൾ സെന്റൻസസ്. അപ്പൊ സിമ്പിൾ സെന്റൻസസ് ആക്കി പറയുന്നു. അപ്പൊ ഡാഡി, ഈറ്റ്, കിറ്റി, ഗോ, അമ്മ ടാറ്റ, അമ്മ പാൽ, അമ്മ ചുച്ചു എന്നൊക്കെ പറയത്തില്ലേ. സോ അങ്ങനെ സിമ്പിൾ സെന്റൻസസ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് പഠിക്കുന്നു. ദീസ് ഏർലി സെന്റൻസസ് ഹാവ് ബീൻ കോൾഡ് ടെലിഗ്രാഫിക് സ്പീച്ചസ്. അപ്പൊ ഈ ഏർലി സ്പീച്ചസിനെ നമ്മൾ വിളിക്കുന്നത് ടെലിഗ്രാഫിക് സ്പീച്ച് എന്നാണ്. ലൈക്ക് ടെലിഗ്രാം ദേ കണ്ടെയ്ൻ ഓൺലി ക്രിട്ടിക്കൽ കണ്ടന്റ്. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ. ടെലിഗ്രാംസിലൊക്കെ നമ്മൾ അയക്കുന്നത് പോലെ നൗണും വേർബും മാത്രം. അതിനിടത്ത് അമ്മ ഇസ് ഗോയിങ് ടു ഡ്രിങ്ക് മിൽക്ക് എന്നൊന്നും ഒരു കുട്ടി പറയില്ല. സോ അമ്മ മിൽക്ക് അല്ലെങ്കിൽ അമ്മ പാൽ എന്നൊക്കെ പറയില്ലേ. സോ പ്രീഡിസ്പോസിഷൻ ഓക്സിലറി വെബ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ടെലിഗ്രാഫിക് സ്പീച്ച് എന്നാണ് വിളിക്കുക. Okay, because early sentences are incomplete and their meanings are often ambiguous, children continue to supplement their words with gestures, cues to ensure that their message is understood. Appo because either incomplete ആണ്, just രണ്ട് nouns അമ്മ പാൽ എന്ന് മാത്രം ഉപയോഗിക്കുള്ളൂ. അപ്പൊ അത് ambiguous. അമ്മ പാ എന്ന് പറയുമ്പോഴത്തേനും ഉങ്കു എന്നൊക്കെ വിളിക്കില്ലേ, ഉങ്കു എന്നൊക്കെ പറയില്ലേ. സോ ambiguous ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലാംഗ്വേജിനൊപ്പം തന്നെ ആ കുട്ടി എന്തും കൂടെ ജെസ്റ്ററും അല്ലെങ്കിൽ ക്യൂസും കൂടെ ഉപയോഗിക്കുന്നു. ഓക്കെ, സോ ദാറ്റ് ദ മെസ്സേജസ് ആർ അണ്ടർസ്റ്റുഡ് ആവുന്നതിന് വേണ്ടി ജെസ്റ്റേഴ്സും ക്യൂസും ഒക്കെ ഉപയോഗിക്കുന്നു. ഓക്കെ, അറ്റ് അബൌട്ട് ദിസ് ടൈം ദ ഡെവലപ്മെന്റ് ഓഫ് സ്പോക്കൺ ലാംഗ്വേജസ് ഇൻ ദ ഫസ്റ്റ് 2 years. കണ്ടോ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ന്യൂ ബോൺ ആണ് റിഫ്ലെക്സീവ് കമ്മ്യൂണിക്കേഷൻ, കരച്ചിൽ, മൂവ്മെന്റ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ. 2 മാസം റേഞ്ച്ഫുൾ മീനിങ്ഫുൾ നോയ്സസ് ആവുന്നത് കൂയിങ്, ഫസിങ്, ക്രൈങ്, ലാഫിങ്. 3 to 6 months ആണ് ന്യൂ സൗണ്ട്സ് ഇൻക്ലൂഡിംഗ് സ്ക്വീൽസ്, ഗ്രൗളിംഗ്, കോൺസ്, വോവൽ സൗണ്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നു.
6 to 10 ആണെങ്കിൽ babbling includes both consent of vowels repeated syllabus. അപ്പൊ അങ്ങനെ ഓരോരോ മാസങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നു. ഇപ്പൊ ഇത് കണ്ടോ, 18 മാസം വൊക്കാബുലറി സ്പൗട്ട് സംഭവിക്കുന്നു, 21 മാസം ഫസ്റ്റ് 2 വേർഡ് സെന്റൻസുകൾ ഡെവലപ്പ് ചെയ്യുന്നു, 24 മാസം ആകുമ്പോൾ മൾട്ടി വേർഡ് സെന്റൻസുകളൊക്കെ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ഇനി characteristics of early speech. Early speech in the characteristics എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് simplification. Children simplify by using telegraphic speech so as just to get the meaning across. No, no drink milk, അല്ലെങ്കിൽ no പാൽ, അല്ലെങ്കിൽ പാല് വേണ്ട എന്നൊക്കെ പറയില്ലേ, വേണ്ട പാൽ എന്നൊക്കെ പറയും. So simplification. So understanding grammatical relationship. They cannot yet express. The child might understand that a dog is chasing a cat but cannot express all this in a necessary grammatical structure. Therefore she may say puppy chase instead of completing it. Puppy chase kitty, അല്ലെങ്കിൽ അമ്മ പാൽത്ത. അതായത് ഗ്രാമാറ്റിക്കൽ റിലേഷൻഷിപ്പിനെ വെച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള കഴിവ് ആയിട്ടില്ല. സോ ദാറ്റ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് early speech. Any underestimated word meaning. So children may use one word only in one specific object. For example, they may believe that their father's car is the only object called car. Everybody else car is not car. അപ്പം under extended word meaning. അപ്പൊ അതെന്ന് പറയുന്നത് ഇന്നത് മാത്രമാണ്, അതിനെ ജനറലൈസ് ചെയ്യാനൊന്നും പഠിച്ചിട്ടില്ല. So underrated word meanings. പിന്നെ overrated word meanings എന്ന് പറഞ്ഞാൽ over generalization of words. For example, all four-legged animals are called dogs. അപ്പം എന്ത് നാല് കാലുള്ള എന്തിനെ കണ്ടെന്ന് പറഞ്ഞാൽ അതിനെ ഡോഗ് ആണെന്ന് പറയുക. As child develop a larger vocabulary and they are helped to differentiate objects, they overextend less. Okay, അല്ലെങ്കിൽ എന്താണ് ഡോഗ് എന്ന് പറഞ്ഞാൽ എല്ലാ നാല് കാലുള്ളതും ഡോഗ് ആയിട്ട് നമ്മൾ കണക്കാക്കും. So that is overextended word meaning. Okay, over regularized rules എന്ന് പറഞ്ഞാൽ they apply grammatical rules very strictly without knowing some rules have exceptions. അപ്പം ഇപ്പം അത് ഇംഗ്ലീഷിൽ ഒരു എക്സാമ്പിൾ പറയാം, ടോക്ക് സംസാരിച്ചു എന്നുള്ളതിന് ടോക്ഡ് ആണെങ്കിൽ അവരെല്ലാത്തിന്റെയും കൂടെ ഇ ചേർക്കാൻ ചാൻസ് ഉണ്ട്. ഓവർ റെഗുലറൈസ് റൂൾ, അപ്പം എല്ലാത്തിനും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ലല്ലോ, പക്ഷെ എന്നാൽ ആ ഒരു ഗ്രാമറിന്റെ റൂള് അവരെല്ലാത്തിലും ഉപയോഗിക്കാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. So that is about it. Thank you so much for watching. Endeങ്കിലും queries ആണെങ്കിൽ please use my code and ask me that out. My code is AMT10. Please subscribe and press the bell icon to get notifications. അതോടൊപ്പം തന്നെ please share it among your friends as well. Thank you so much for watching. This is Anuja Mary Thomas signing off from Let's Crack Kerala Exams.